ഓപ്ഷൻ ബൈയിങ്ങിനകത്ത് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് ഒബ്സർവേഷൻ സ്കില്ലാണ്. ഒബ്സർവേഷൻ സ്കില്ലിനകത്ത് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ്? ഒരു ഓപ്ഷൻ ബയർ മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം വോളിയമാണ്. വോളിയത്തിന് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഷോർട്ടിന് പ്രിഫർ ചെയ്ത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രിഫർ ചെയ്തു? ഇവിടെ നോക്കുക, ഇന്നത്തെ വോളിയൂസ് നോക്കുക. മാർക്കറ്റ് താഴത്താണ്, ഈ ഒരു ഏരിയയിലാണ്. താഴത്തു നിന്ന് മുകളിലോട്ട് പുഷ് ചെയ്യുകയാണ് മാർക്കറ്റ്. താഴത്തു നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. മുകളിലോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് നമ്മളെ. അതായത് മാർക്കറ്റ് നമ്മളോട് പറയുന്നത് മുകളിലോട്ട് പോകും. എന്നാൽ ഇവിടെ വോളിയമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. വോളിയം നോക്കുക. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ വോളിയം നോക്കുക, നേരെ താഴത്തോട്ടാണ് പോരുന്നത്. അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ഇവിടെ മുകളിലോട്ട് പോകാനായിട്ട് വരുന്നത് ആരാണ്? അതേതെങ്കിലും ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ റീറ്റെയിലേഴ്സുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായ റീറ്റെയിലേഴ്സിനെയും ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഇവിടുത്തെ റിയൽ ഗെയിം അവിടെ ഓൺ ആവുന്നത്. അപ്പോൾ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഓപ്പറേറ്റേഴ്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് അവർ ഷോർട്ട് ചെയ്യും. അത് എങ്ങനെ ഷോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ ഇവിടെ വോളിയം നോക്കിയാൽ മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു വോളിയം നോക്കുക, താഴത്തോട്ടാണ് ഡിക്ലൈൻ ചെയ്ത് താഴത്തോട്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകും തോറും വോളിയം താഴത്തോട്ടാണ് പോകുന്നത്. അതിനർത്ഥം മനസ്സിലാക്കിയെടുക്കുക, മുകളിലോട്ട് പോകുന്നവർ അത്ര സ്ട്രോങ് അല്ല. അതിനനുസരിച്ച് നമുക്ക് ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഷോർട്ട് എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്യണം? ഇതേപോലെ ഏതെങ്കിലും ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ട്രെൻഡ് ഒരു അപ് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അപ് ട്രെൻഡാണ്. എന്നാൽ മാർക്കറ്റ് ട്രെൻഡിൽ നിന്ന് എപ്പോഴും ചെറിയൊരു കറക്ഷൻ തരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ മാർക്കറ്റ് ഒന്നും കൂടി മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബിഗ് ക്യാൻഡിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ബിഗ് ക്യാൻഡിൽസിൻ്റെ ഏരിയയിൽ ഏതെങ്കിലും റിവേഴ്സൽ ക്യാൻഡിൽ കാണുകയാണെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഷോർട്ട് ചെയ്യാവുന്നതാണ്.